ഹായ് ഓൾ, എൽബിയൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് എൽബിയൻ ടോക്സ്. നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഡയറക്ട് സെല്ലിങ്ങിന്റെ ഗൈഡ് ലൈൻ അപ്ഡേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നപോലെ ഗൈഡ് ലൈൻ ലോഞ്ച് ആവാൻ വേണ്ടി പോകുന്നത് ഇന്ന ഡേറ്റിനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും അതിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വീഡിയോ എന്നുള്ളത്. അതിന്റെ റീസണും ആ വീഡിയോയിൽ തന്നെ വ്യക്തമാക്കിയിട്ട് നമ്മൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അതോറിറ്റീസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്, അതും പ്രോഗ്രാമിന് മുമ്പേ. അപ്പൊ ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് സംസാരിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും സംതിങ് വേണം. അതിനു മുമ്പേ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഇപ്പൊ കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുണ്ട്. ഒരുപാട് മെസ്സേജസ് ആണ് വരുന്നത്. അന്ന് ആ പ്രോഗ്രാമിന് ശേഷം ഒരു വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കണ്ടില്ല എന്നുള്ളത്. ഒരുപാട് ഓഫ്ലൈൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഷെഡ്യൂൾഡ് ആണ് മൊത്തം സമയത്തും. അപ്പോ ഒരു തിരക്ക് ഒബ്വിയസ്ലി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഇടയിൽ നമ്മൾ റെഗുലർ ആയിട്ട് എല്ലാ രീതിയിലും വീഡിയോസ് ഞങ്ങളുടെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടാവും. കേരള ഗവൺമെന്റിന്റെ 19-ാം തീയതി നടന്ന മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഇനാഗുറേഷൻ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് എന്താണ് ഇനി അടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ റൂൾസ് റിലേറ്റഡ് ആയിട്ട് എന്താണ് പല കമ്പനികൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇനിയിപ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഷോർട്ടായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പ്രോഗ്രാമിന് മുമ്പേ എല്ലാ രീതിയിലെ ലീഗാലിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. CS സർട്ടിഫിക്കറ്റ്, കമ്പനി സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് CS അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റ്, കമ്പനി സെക്രട്ടറി അപ്രൂവ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അത് 2021 ഡിസംബർ മാസം 28-ാം തീയതി വന്നിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് റൂളിലും മെയിൻ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ആയിരുന്നു നമ്മളെല്ലാവരും ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴും അത് വേണം. പക്ഷേ ഇനി ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന മോണിറ്ററിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് directselling.kerala.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കാണാം. ആ ഒരു വെബ്സൈറ്റിന്റെ എല്ലാ രീതിയിലുള്ള ഡെമോയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വീഡിയോക്ക് കുറച്ച് സമയത്തിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു വെബ്സൈറ്റിൽ ഇന്ന് നിലവിൽ ലീഗലായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും, ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് ശേഖരിക്കുകയും ഗവൺമെന്റ് അതിലൊരു സ്ക്രൂട്ടനിങ്ങിന് വിധേയമാക്കുകയും അതിൽ കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാ പേപ്പേഴ്സും എല്ലാ വർക്കുകളും എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾഡ് ആണോ, കേന്ദ്ര ഗവൺമെന്റ് റൂൾസിനെ വയലേറ്റ് ചെയ്യാത്തതാണോ, കേരള ഗവൺമെന്റ് പറയുന്ന സജഷൻസ് അവർ പാലിക്കുന്നുണ്ടോ, ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതേ സൈറ്റിലോ അല്ലെങ്കിൽ മേ ബി വേറൊരു സൈറ്റിലോ, മിക്കവാറും ആ ഒരു സൈറ്റിൽ തന്നെ വേറൊരു ഓപ്ഷനിലേക്കായിരിക്കും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധ്യത കൂടുതലായിട്ടുണ്ടാവുക. സെയിം സൈറ്റ് ഞാനിപ്പോൾ ഇനി കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഇപ്പോൾ ഞാൻ അഡ്രസ്സ് പറഞ്ഞിരിക്കുന്ന സെയിം സൈറ്റ്. അപ്പോൾ അതിൽ നമുക്ക് കമ്പനികളുടെ ലിസ്റ്റ് കാര്യങ്ങൾ, പേര് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇന്ന് നിലവിൽ മാർക്കറ്റിൽ, എനിക്ക് എല്ലാ ലീഡേഴ്സോടും പറയാനില്ല, ഇന്ന് നിലവിൽ മാർക്കറ്റിലുള്ള കമ്പനികൾ അവരുടെ ടോപ്പ് ലെവലിലെ ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ അതോറിറ്റീസ് ആയിട്ട് സംസാരിക്കുക. ഇന്നപോലെ കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രൊസീജിയർ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയാ. രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും വിത്തിൻ ഷോർട്ട് ടൈം, അത് എപ്പോഴാന്ന് പറഞ്ഞിട്ടില്ല, കമ്പനികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ ആ വെബ്സൈറ്റ് എല്ലാവരും റെഗുലർലി ചെക്ക് ചെയ്യുക, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയുടെ പേര് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താ, അത് ഇന്ന് കേരള ഗവൺമെന്റ് പറയുന്ന നോംസ് പ്രകാരം അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം, മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ പ്രകാരം, അഥവാ 2021 റൂൾസ് പ്രകാരം എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ ആസ് എ കസ്റ്റമർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു വിവരം കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെ പോവുകയാണെങ്കിൽ കേരളത്തിൽ നല്ല രീതിയിൽ സെയിൽസിന് സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കമ്പനികൾക്ക്. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുകയും എല്ലാ രീതിയിലെ ഡീറ്റെയിൽസ് യൂട്യൂബിലും ബാക്കിയുള്ള കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഓഫ്ലൈനും ഓൺലൈനും എല്ലാ രീതിയിലും പബ്ലിഷ് ചെയ്യുകയും എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ വരുന്നില്ല എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ആ കമ്പനിക്ക് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്.
തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ടാവും, തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ഒരുപാട് ചാൻസുകൾ എല്ലാ കമ്പനികൾക്കും കൊടുക്കും. അപ്പോൾ അതിന് ശേഷം ആ കമ്പനിയുടെ പേര് കാര്യങ്ങളൊന്നും തന്നെ ലിസ്റ്റിൽ വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയറക്ട് സെല്ലേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ കമ്പനികളോടും അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റീസിനോടും എത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന കമ്പനികളാണ് ലീഗലായിട്ട് പോകുന്ന കമ്പനികൾ എന്ന് ഗവൺമെന്റ് തലത്തിൽ നമ്മളോട് അറിയിക്കുന്ന ഇൻഫർമേഷൻ അതാണ്. അപ്പം അതെല്ലാവരും സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി അങ്ങടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഇംപ്ലിമെന്റേഷൻസ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജില്ലാ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മോണിറ്ററിംഗ് അതോറിറ്റി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി എന്നുള്ള രീതിയിലോ മേ ബി ഒരു നോഡൽ ഓഫീസേഴ്സ് കാര്യങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ വളർന്നു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടാവും. ജില്ലാ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഡയറക്ട് സെല്ലേഴ്സിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് എത്തിക്കാനും അതിന്റെ പരിഹാരങ്ങൾക്കും ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്കും സപ്പോർട്ടിങ് ആയിരിക്കും ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കേരള ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? കേരള ഗവൺമെന്റ് വളരെ സീരിയസ് ആയി നോക്കിക്കാണുന്ന ഒരു മേഖലയായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറിയിരിക്കുകയാണ്. അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, ജെന്യൂൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മൾ എത്തിക്കലായിട്ട് പ്രവർത്തിക്കുക, ആരും ചീറ്റ് ചെയ്യാതിരിക്കുക, നമ്മൾ ഒരുപാട് ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനൊക്കെ ഇനി മുതൽ പണിഷ്മെന്റ് കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം. പേഴ്സണലി ഞാൻ ഒരു ടോപ്പ് ലെവൽ ലീഡേഴ്സിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ എതിരായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ഓൾറെഡി നമ്മൾ നിരവധി വീഡിയോകളിലൂടെ പറഞ്ഞതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരള ഗവൺമെന്റ് മോണിറ്ററിംഗ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടൊന്നല്ല. അപ്പൊ തീർച്ചയായിട്ടും കൺസ്യൂമർ കോടതി വഴി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നീതി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനി മുതൽ കാര്യങ്ങൾ മാറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മളെ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരും. പല കമ്പനികളുടെ പേരുകൾ ഇനി മുതൽ പത്രങ്ങളിൽ വന്നേക്കാം, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേരുകൾ അടക്കം പത്രങ്ങളിലേക്ക് വന്നേക്കാം. ഞാൻ പേടിപ്പിക്കുന്നതല്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജെന്യൂൻ ആയിട്ടാണ് പ്രൊമോഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ ടീമിനെ ചതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കമ്പനിയും ആയിക്കോട്ടെ മെമ്പേഴ്സിനെ ചീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു സാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാര്യം. അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, അത് ടോപ്പ് ലെവൽ ആയിക്കോട്ടെ ബിഗിനറിനായിക്കോട്ടെ അല്ലെങ്കിൽ കമ്പനികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റിൽ ഒരു സാധ്യതയുണ്ട്. ആ ഒരു മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പുതിയ മോണിറ്ററിംഗ് മെക്കാനിസം റിലേറ്റഡ് ആയിട്ട്, റൂള് റിലേറ്റഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സംവിധാനങ്ങളും പറയാനുള്ളത്. ഞാൻ വെബ്സൈറ്റും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ടാവും. അതും കൂടെ കാണുക, മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. പുതിയ മോണിറ്ററിംഗ് മെക്കാനിസം പ്രകാരമുള്ള ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. directselling.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ് നമ്മളൊന്ന് എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം മൊബൈൽ സ്ക്രീനിൻ്റെ വേർഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമുക്ക് കാണാം ഡയറക്ട് സെല്ലിംഗായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വെബ് പോർട്ടലിലേക്ക് സ്വാഗതം എന്നുള്ള രീതിയിലും അതിൻ്റെ വകുപ്പുകളുടെ കാര്യങ്ങളും എല്ലാ രീതിയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണാം. അവിടെ വകുപ്പ്, എൻറോൾമെൻറ്റ്, DSCകൾ, നിയമങ്ങളും ചട്ടങ്ങളും കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വകുപ്പ് എന്നുള്ളതിനെ കുറിച്ചിട്ടും വകുപ്പിനെ കുറിച്ച് അറിയാനും പേരും പദവി ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തന്നെ ഒന്ന് വായിച്ചു നോക്കിയാലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. നിയമങ്ങളും ചട്ടങ്ങളും ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നില്ല, കൂടുതൽ വിവരങ്ങൾക്കായി അത് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. പിന്നെയുള്ള സംവിധാനം എന്ന് പറയുന്നത് ലോഗിൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഒന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. ലോഗിൻ ഡീറ്റെയിൽസിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണാം. അതിനു മുമ്പ് ഈ വെബ്സൈറ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റ്, അതായത് റൈറ്റ് സൈഡിൽ മുകളിൽ പോയിട്ട് 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ട് വേണം ഈ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ.
അപ്പോൾ ഇവിടെ ലോഗിൻ അഡ്മിൻ ലോഗിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ DSE ലോഗിൻ, അതായത് ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റീസിൻ്റെ ലോഗിൻ പേജാണിത്. അതായത് ലീഗലായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ച് പോകണമെന്ന് താല്പര്യപ്പെടുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഈ പേജിലേക്കാണ് വരേണ്ടതും ഇവിടെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കാണാം, മെയിൽ ID കാണാം, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കേണ്ട കോൺടാക്ട് നമ്പർ അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ ഇത്തരം ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളൊരു പേജിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എന്താണ് ഇൻസ്ട്രക്ഷൻ ഗവൺമെൻറ് തരുന്നത്, ഇങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, കമ്പനികൾ ഇങ്ങനെയാണ് ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കമ്പനികളുടെ GST ഓർ CN നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തുക, കമ്പനിയുടെ പേരടിക്കുക, മെയിൽ അടിക്കുക, മൊബൈൽ നമ്പർ, യൂസർ നെയിം, പിന്നെ 2 തവണ എന്ത് ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതായത് ഇത് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ അല്ല, ഇത് ചെയ്യേണ്ടത് ഒരു കമ്പനിയാണ്. കമ്പനിക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു ഭാഗമായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ യൂസർ നെയിം, പാസ്വേഡ്, അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണോ അത് നമ്മൾ അടിച്ചിട്ട് ഇവിടെ ക്യാപ്ചർ കോഡ് വെരിഫൈ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയില്ല, ബാക്കി ഡീറ്റെയിൽസ് കമ്പനിയുടെ പേപ്പർ വർക്കുകൾ, കാര്യങ്ങൾ, സംവിധാനങ്ങൾ എന്തൊക്കെയാണോ ഇതിൽ കൊടുക്കുന്നത് ചോദിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ ഒരു കമ്പനി ബാധ്യസ്ഥനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കമ്പനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനും മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പെർമിഷനും കാര്യങ്ങളും കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൽ എൻറോൾ ചെയ്ത DSEകൾ എന്നുള്ളൊരു പേജ് നമുക്കിവിടെ കാണാം. എൻറോൾ ചെയ്ത DSEകൾ എന്നിവിടെ ഒരു ഭാഗത്ത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും എൻറോൾഡ് DSEകൾ, അതായത് ഈ രജിസ്ട്രേഷനിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് വെരിഫൈ ചെയ്തിട്ടുള്ള കമ്പനികൾ, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എൻറ്റിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ എൻറോൾമെൻറ്റ് നമ്പർ കാണാം, DSE എൻറ്റിറ്റി നെയിം, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പേര് കാണാം, GST CN നമ്പർ കാണാം, കമ്പനിയുടെ ഹെഡ് ഓണേഴ്സ് ആരാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ഒഫീഷ്യൽ അഡ്രസ്സ് വിത്ത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കാണാം, എൻറോൾഡ് ഡേറ്റ്, ഏത് ഡേറ്റിനാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്, എന്ത് സർവീസാണ് അവർ ഓഫർ ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നോ എൻറോൾമെൻറ്റ്സ് ഫൗണ്ട്, അല്ല ഇതുവരെ ആരും ഇതിലേക്ക് വന്നിട്ടില്ല. മേ ബി കൊടുത്തു വെച്ചിട്ടുണ്ടാവും, ഗവൺമെൻറ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കമ്പനി ഇതിൽ എൻറോൾ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ കമ്പനി ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ, എന്താണ് നമ്മുടെ കമ്പനിയുടെ സ്റ്റാൻഡ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നല്ല നല്ല ലീഡേഴ്സ് കൃത്യമായിട്ട് കമ്പനികളിലേക്ക് എത്തിക്കുക, ഇങ്ങനൊരു സംവിധാനമുണ്ട്, ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ MLM റിലേറ്റഡ് ആയിട്ട്, ഡയറക്റ്റ് സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ, കാര്യങ്ങൾ. സോ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വെബ് പോർട്ടിലേക്ക് എൻറോൾ ചെയ്ത DSEകൾ എന്ന് പറയുന്ന ആ ഒരു പോർട്ടലിലേക്ക് നിങ്ങളുടെ കമ്പനിയുടെ പേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ നോംസ് പ്രകാരം, മോണിറ്ററിംഗ് മെക്കാനിസം പ്രകാരം, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് പ്രകാരം നമ്മുടെ കമ്പനി ഒരു ലീഗൽ കമ്പനിയാണ് എന്നതുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് കിട്ടാനില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു പ്രൊമോഷൻ ടൂൾ അടക്കം നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഇതിൽ പേര് വരിക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യം.